ഹലോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. എൻ്റെ അപ്പത്തിൻ്റെയും സ്റ്റൂവിൻ്റെയും യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് കുറച്ച് പേര് എന്നോട് ചോദിച്ചിരുന്നു ബസ്മതി റൈസ് കൊണ്ട് അപ്പം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന്. അപ്പം ഞാനിതുവരെ ട്രൈ ചെയ്തിട്ടില്ല, പക്ഷേ ട്രൈ ചെയ്തപ്പം സക്സസ്ഫുൾ ആയതുകൊണ്ട് ആ ഒരു റെസിപ്പിയാണ് ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് കേട്ടോ. ഇതിപ്പോൾ 1 കപ്പ് ബസ്മതി റൈസ് നന്നായിട്ട് കഴുകി 6 മണിക്കൂർ കുതിരാൻ വെച്ചിട്ട് ആ ബസ്മതി അരിയിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് അരച്ചെടുക്കാം. അത് ഒരുപാട് അങ്ങ് അരിഞ്ഞു പോകരുത്, ചെറിയ തരികൾ കാണണം കേട്ടോ. ആ അരച്ച മാവിൽ നിന്ന് 1.25 ടേബിൾ സ്പൂൺ മാവ് എടുത്തിട്ട് ഒരു 1/3 കപ്പിൻ്റെ 1/3 ഭാഗം വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കപ്പി കാച്ചിയെടുക്കണം. കപ്പി കാച്ചുമ്പോൾ 2-3 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളതുണ്ട്. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, നമ്മൾ സ്റ്റൗ ഓണാക്കി പാൻ വെച്ച് വെള്ളം ഒഴിച്ച് ചൂടായി കഴിഞ്ഞിട്ട് ഒരു കാരണവശാലും അതിലേക്ക് മാവ് ഒഴിക്കരുത് കേട്ടോ. കാരണം ആ മാവ് പെട്ടെന്ന് അങ്ങ് വെന്തു പോകും. അത് കാരണം പാൻ വെച്ചിട്ട് വെള്ളവും മാവും ചേർത്ത് കഴിഞ്ഞിട്ടേ ഫ്ലെയിം ഓൺ ആക്കാവുള്ളൂ. സ്റ്റൗ ഓണാക്കിയാലും ചെറിയ ഫ്ലെയിമിൽ മാത്രമേ ഇടാവുള്ളൂ കേട്ടോ. അങ്ങേയറ്റം പോയാൽ മീഡിയം ഫ്ലെയിമിലായാലും ലോ ഫ്ലെയിമിലായാലും കപ്പി കാച്ചാൻ സ്റ്റൗ ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം കേട്ടോ. അത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പം നമ്മുടെ കപ്പി കാച്ചിയത് ഒരുമാതിരി റെഡിയായി വരുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ കപ്പി കാച്ചിയതൊക്കെ ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇനി അത് അവിടെ ഇരുന്ന് തണുക്കട്ടെ. കപ്പി കാച്ചിയത് നന്നായിട്ട് അവിടെ നിന്ന് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആ നേരത്തെ അരച്ച് വെച്ച ആ ഒരു മാവുണ്ടല്ലോ, അതിലേക്ക് 1/2 കപ്പും പിന്നെ 1 ടേബിൾ സ്പൂണും കൂടെ തേങ്ങ ചെരുകിയതും 1 നുള്ള ഈസ്റ്റും 1/2 ടീസ്പൂൺ ഉപ്പും 1/4 കപ്പ് വെള്ളവും 1 ടേബിൾ സ്പൂൺ ചോറും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ആ വീഡിയോ എടുക്കുന്നതിൽ ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പം പറഞ്ഞ ലിസ്റ്റിൽ ചോറ് വരെയുള്ള കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ ഇപ്പം അരയ്ക്കേണ്ടത്. കപ്പി കാച്ചിയത് ഇപ്പം ഇതിൻ്റെ കൂടെ ചേർക്കണ്ട. ഇപ്പം ചോറ് വിട്ടു. അപ്പം നമുക്ക് പഞ്ചസാരയും കപ്പി കാച്ചിയതും ഈസ്റ്റും ഒഴിച്ചുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും ആദ്യം നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരണം. പിന്നെ ഞാൻ 1 നുള്ള ഈസ്റ്റ് എന്ന് പറഞ്ഞത് എൻ്റെ കയ്യിലിരിക്കുന്ന ഈസ്റ്റിൻ്റെ കാര്യമാണ് കേട്ടോ. അത് ഭയങ്കര പവർഫുള്ളാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ സാധാരണ ഉപയോഗിക്കുന്ന ഈസ്റ്റ് അതൊരു 1/4 ടീസ്പൂണിലും ഒരു ഇച്ചിരി കുറവ് ചേർത്താൽ മതി. കാരണം ഈസ്റ്റ് ഒരു ഇച്ചിരി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പത്തിൻ്റെ നിറം എല്ലാം മാറും. അത് തന്നെയല്ല, വയറിനും അതിന് നല്ലതല്ലല്ലോ. ഇപ്പം അതിലേക്ക് ചേർക്കുന്നത് ഈസ്റ്റ് ചേർത്തു, 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കപ്പി കാച്ചിയതും കൂടെയാണ് ചേർക്കുന്നത് കേട്ടോ. ഞാൻ കപ്പി കാച്ചിയതും ഈസ്റ്റും എല്ലാം കൂടെ ചേർത്ത് അരച്ചപ്പോൾ അതിൻ്റെ കൂടെ 2 ക്യൂബ് ഐസും കൂടെ ചേർത്തായിരുന്നേ. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയതാണ്, സോറി കേട്ടോ. അപ്പം നിങ്ങൾ 2 ക്യൂബ് ഐസും കൂടി ഇട്ടെടുക്കുന്നത് മാവ് ചൂടാകാതിരിക്കാൻ നല്ലതാണ്, പ്രത്യേകിച്ചും ഈസ്റ്റ് ഇടുമ്പോഴത്തേക്കും. എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൂടൊന്ന് കലക്കി യോജിപ്പിച്ച് നമ്മളത് അടച്ച് ഓവർനൈറ്റ് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കുക, അല്ലെങ്കിൽ 8 മണിക്കൂർ. പിന്നെ നിങ്ങൾ മാവരച്ച് വെക്കുമ്പോൾ എപ്പോഴും കുറച്ച് കൂടുതൽ വലിയ ഒരു പാത്രത്തിൽ വേണം വെക്കാനായിട്ട്. കാരണം ഫെർമെൻറ്റ് ചെയ്ത് വരുമ്പോഴേക്കും ഒരുപാട് നന്നായിട്ട് പൊങ്ങി വരുമല്ലോ. അപ്പം നമ്മുടെ മാവ് വേസ്റ്റ് ആവരുത് ഇച്ചിരി പോലും. അതിന് വേണ്ടിയിട്ട് കുറച്ച് വലിയ പാത്രം എപ്പോഴും തിരഞ്ഞെടുക്കണേ. ഇപ്പം കണ്ടല്ലോ. അപ്പം നമ്മുടെ ബസ്മതി അരി കൊണ്ടുള്ള അപ്പമാവ് നല്ല ഭംഗിയായിട്ട് ഫെർമെൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് അപ്പം ഉണ്ടാക്കി നോക്കാം, എങ്ങനെ വരുന്നു എന്നറിയാമല്ലോ. അപ്പം നമുക്ക് അപ്പം ഉണ്ടാക്കുന്നതിന് മുമ്പ് കുറച്ചുകൂടെ വെള്ളം ചേർക്കേണ്ട ആവശ്യം വരുമല്ലോ. അപ്പോൾ 1/4 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തത്. അതിൻ്റെ പകുതിയും കൂടെ വീണ്ടും ഞാൻ ആ മാവിലേക്ക് ചേർത്തിട്ടുണ്ട്. നമ്മുടെ അപ്പം ഉണ്ടാക്കുന്ന തവയിൽ എണ്ണ ആവശ്യമുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ എണ്ണ തൂത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് അപ്പം ഓരോന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ എൻ്റെ പാൻ കേക്ക് ഉണ്ടാക്കാനായിട്ട് മേടിച്ച തവയാണ് കേട്ടോ. അതിൽ ഞാനപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് വട്ടം കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലങ്ങ് ട്രൈ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പം ആദ്യമായിട്ടാണ് നമ്മുടെ ബസ്മതി റൈസ് കൊണ്ടുള്ള അപ്പം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. കണ്ടിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ടല്ലേ. മറ്റേ നമ്മുടെ സാധാരണ പച്ചരി കൊണ്ട് ഉണ്ടാക്കുന്ന അപ്പം പോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ അപ്പം തിരിച്ചിരുന്നത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതെന്തുമാത്രം സോഫ്റ്റായിട്ടുള്ള അപ്പമാണെന്ന്. അത് കോരി എടുക്കാൻ തന്നെ നല്ല പാടായിരുന്നു, അതുപോലെ സോഫ്റ്റാണ് കേട്ടോ. നമ്മൾ ഈ രീതിയിലുള്ള അപ്പം ട്രൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ലേസുള്ള അപ്പം ഉണ്ടല്ലോ, പാലപ്പം കൂടെ നമുക്ക് ഇതേ ബാറ്റർ കൊണ്ട് നമുക്കൊന്ന് ട്രൈ ചെയ്യാമേ. അപ്പോൾ അറിയാമല്ലോ ഈ ബസ്മതി അരി കൊണ്ടുള്ള അപ്പം മാവിൽ പാലപ്പം ശരിയാവുമോ ഇല്ലയോ എന്ന്. ഇപ്പം നമുക്ക് മുട്ട റോസ്റ്റൊക്കെ സെർവ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് പാലപ്പം കൂടെ ഉണ്ടാക്കി ഒന്ന് നോക്കി ശരിയായി വരുമോ എന്ന് അറിഞ്ഞിട്ട് ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഞാൻ നിങ്ങളോട് പറയാം ബസ്മതി അരി കൊണ്ടുള്ള അപ്പമാവ് കൊണ്ടുണ്ടാക്കിയ അപ്പത്തിൽ ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് ഞാൻ പറയാമേ. അപ്പോൾ മുട്ട റോസ്റ്റൂടെ കണ്ടിട്ട് കഴിക്കാൻ കൊതിയാവുന്നുണ്ടല്ലേ. ഞാൻ ഉണ്ടാക്കിയ മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തേക്കാം. നിങ്ങൾ ഒന്ന് പോയി കാണണേ. നല്ല ഒന്നാന്തരം മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ
പാലപ്പം ഉണ്ടാക്കുക. അത് നമുക്ക് എങ്ങനെ വരുമെന്ന് നോക്കാം. ദേ നല്ല ഒന്നാന്തരമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതേ കണക്ക് ഫോളോ ചെയ്തിട്ട് ബസ്മതി അരി കൊണ്ട് നിങ്ങൾക്ക് അപ്പം ഉണ്ടാക്കാം കേട്ടോ. പിന്നെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം തീർച്ചയായിട്ടും പച്ചരി കൊണ്ടുള്ള അപ്പത്തിന് തന്നെയാണ് ടേസ്റ്റ് കൂടുതൽ. പക്ഷേ ഇതൊട്ടും മോശമാണെന്നല്ല, നല്ല സോഫ്റ്റുമാണ്, ടേസ്റ്റും ഉണ്ട്. പക്ഷേ എന്തായാലും പച്ചരി കൊണ്ട് തന്നെ ഉണ്ടാക്കുന്നതായിരിക്കുമല്ലോ നല്ലത്. അപ്പോൾ എൻ്റെ വീഡിയോയും എൻ്റെ ചാനലും ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ചാനലും റെസിപ്പീസും ഒക്കെ പ്രയോജനപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വേറൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക്